ഹായ് ഇന്നതാ ഒരു വാൾ ഫാനിൻ്റെ ലീഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾഡ് വാൾ ഫാനിൻ്റെ ലീഫാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ അത് ഓൾഡ് വാൾ ഫാനിൻ്റെ ലീഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വാൾ ഫാനിൻ്റെ അല്ലെങ്കിൽ ടേബിൾ ഫാനിൻ്റെ ഒക്കെ ലീഫ് ഇതേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് ഇതിൻ്റെ ഈ ഭാഗത്ത്, ഇതിൻ്റെ ഈ ഉൾഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് ഇതേപോലെ ഒരു ഉയർന്ന ഭാഗം ഉണ്ടാവും, ഒരു ചെറിയ ഭാഗം. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ ഇതേപോലെ 2 കമ്പി നമ്മളിതാ എടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ വളച്ചിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അത് 2 സൈഡിലായിട്ട് നമുക്കിത് ഇതേപോലെ ഫിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ലീഫ് ഇതാ തിരിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഈ ഗ്യാപ്പിലേക്ക്, ഇതിന് ഉൾഭാഗത്ത് വരുന്ന ഈ ഗ്യാപ്പിലേക്ക് ആണ് നമുക്ക് ഈ കമ്പി ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറം ഭാഗത്ത് നിന്നും ഹോള് തയ്യാറാക്കിയിട്ട് ആ ഗ്യാപ്പിലേക്ക് ഇറക്കി ഗമ്മ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് 2 സൈഡിലേക്കായിട്ട് നമ്മൾ കമ്പി ഫിറ്റ് ചെയ്തെടുത്തു. ഇത് നമുക്ക് ഈ ലീഫിൻ്റെ മുകളിൽ, അതായത് 3 ഭാഗത്തേക്കും വരുന്ന ലീഫിന് മുകളിൽ നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ലൈന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അടുപ്പിച്ച് നമുക്ക് ഇതേപോലെ ലൈന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ 3 ലീഫിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ അത് 3 ഭാഗത്തേക്കും വരുന്ന ലീഫിന് മുകളിൽ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ലൈന് ഡിസൈൻ ചെയ്തെടുത്തു. ഇനി നമുക്കിത് മുഴുവനായിട്ടും പെയിൻ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ബ്ലാക്ക് കളറാണ് നമ്മൾ ആദ്യം അടിച്ചെടുക്കുന്നത്. എമൽഷൻ പെയിൻ്റാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ സ്പ്രേ പെയിൻറ്റും ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് മുഴുവനായിട്ടും നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തു. ഇനി ഈ പെയിൻറ്റ് ഒന്ന് ഉണങ്ങട്ടെ. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പണികൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിതാ വീട്ടിൻ്റെ പിറകുഭാഗത്തുള്ള ഒരു ഓടമുളയുടെ ചുവട്ടിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ചുവട്ടിൽ ഇതേപോലെയുള്ള ഓടമുളയുടെ പാളകൾ വീണ് കിടക്കുന്നുണ്ട്. അത് ഒരു 2-3 പീസ് നമ്മൾ പെറുക്കിയെടുക്കുന്നുണ്ട്. ഒരു 3 ഓടപ്പോളകൾ നമ്മൾ പെറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെയുള്ള ലീഫുകൾ കട്ട് ചെയ്തെടുക്കണം. ഈ ഓടപ്പോളക്ക് പകരം നമുക്ക് കവുങ്ങിൻ്റെ പാളയോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ച് ലീഫുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വലിപ്പത്തിലുള്ള ലീഫുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ലീഫുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് 2 ഫ്ലവറുകൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ 5 ഇതളുകൾ അടിഭാഗത്തും പിന്നീട് 5 ഇതളുകൾ മുകൾ ഭാഗത്തും കൊടുത്ത് 10 ഇതളുകളുള്ള ഒരു ഫ്ലവറാണ് റെഡിയാക്കി എടുക്കുന്നത്. അതേപോലെയുള്ള 2 ഫ്ലവറുകളാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഒരു ഫ്ലവർ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ മറ്റൊരു ഫ്ലവർ കൂടി ഒട്ടിച്ചെടുക്കാം.
ഇത് 2 ഫ്ലവറുകളും നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കിയെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത വലിയ ലീഫുകൾ എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് സാധാരണ ലീഫുകൾക്കൊക്കെ മുകൾ ഭാഗത്ത് വരുന്ന ആ നാരുകൾ, ആ രേഖകൾ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കും. അപ്പോൾ അതൊരു 4-5 പീസ് ലീഫിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ രേഖകൾ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫാൻ ലീഫിന് മുകളിൽ അടിച്ച പെയിൻ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ ഫ്ലവറുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ലീഫുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് ലീഫുകൾ കട്ട് ചെയ്തെടുത്ത കുറച്ച് ലീഫുകളുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ ഫാൻ ലീഫിൻ്റെ നടുഭാഗത്ത് നമുക്കൊരു ഫ്ലവർ റെഡിയാക്കി എടുക്കാം. അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 10 ഇതളുകളുള്ള ഒരു ഫ്ലവറാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഫാൻ ലീഫിൻ്റെ നടുഭാഗത്ത് നമ്മൾ ഫ്ലവറുകൾ ഒട്ടിച്ച് റെഡിയാക്കിയെടുത്തു. ഇനി നമുക്ക് ഈ 2 ഫ്ലവറുകൾ നമ്മുടെ കമ്പിയുടെ അറ്റത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് കമ്പിയുടെ അറ്റത്തായിട്ട് നമ്മൾ ഫ്ലവറുകൾ ഒട്ടിച്ചു. ഇനി നമുക്കതിൻ്റെ മുകളിൽ, ഈ കമ്പിയുടെ മുകളിൽ ലീഫുകൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവറുകളും ലീഫുകളൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഫാൻ ലീഫിന് മുകളിൽ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്തെടുത്ത ആ ലൈനുകൾ ഗോൾഡൻ കളർ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കൈവിരലിൽ പെയിൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ടച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 3 ഭാഗത്തേക്കും വരുന്ന ലീഫുകളിലെ ആ ലൈനുകളിൽ നമ്മൾ ഗോൾഡൻ കളർ ടച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിന് മുഴുവനായിട്ടും നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ ടച്ച് വുഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് പോളിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ടച്ച് വുഡോ അല്ലെങ്കിൽ നമുക്ക് സ്ലീക്കോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ പോളിഷൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുമരിലേക്ക് നമ്മളിത് തൂക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ക്രാഫ്റ്റ് ചുമരിൽ ഹാങ്ങിങ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ അടിഭാഗത്ത് നടുഭാഗത്ത് ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിലേക്ക് നമുക്ക് ഒരാണിയിലേക്ക് നമുക്ക് കൊളുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഓൾഡ് വാൾ ഫാനിൻ്റെ ലീഫ് കൊണ്ടുള്ള ക്രാഫ്റ്റ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള, ആർക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.